അസ്സാം വലൈക്കും. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. റിയാക്റ്റീവ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുമ്പ് പറഞ്ഞൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരം. അത് മറ്റൊന്നുമല്ല, നരകാവകാശിയായിക്കൊണ്ട് മുസ്ലിം അല്ലാതെ മരിച്ചുപോയ അബൂ ത്വാലിബിന്റെ പേരില് ഇലാഹദ്റത്തി വിളിച്ച് ഫാത്തിഹ ഓതുന്ന ഷംസുൽ ഉലമയുടെ ഒരു വിഷയം സംബന്ധിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് തെളിച്ചം മാസികയിലാണ് അത് സംബന്ധമായിട്ടുള്ള ഒരു വിഷയം വന്നിട്ടുള്ളത്. പോർക്കളത്തിൽ പിറന്നു വീണവന് പോരാട്ടങ്ങളെ പേടിക്കേണ്ടതില്ല എന്നൊക്കെ ഉള്ള ഒരു ടൈറ്റിലാണ് അതിലുള്ളത് ഒരു നീണ്ട അഭിമുഖമാണ്. സമസ്ത ജനറൽ സെക്രട്ടറി ഷൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുമായി അപൂർവ ദീർഘമായ സംഭാഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് കുറച്ച് മുൻപ് നടന്നിട്ടുള്ള ഒരു വിഷയവുമാണ്. അതിന്റെ ഉള്ളിൽ 12ാമത്തെ പേജിൽ പോർക്കളത്തിൽ പിറന്നവന് പോരാട്ടങ്ങളെ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു വിഷയമുണ്ട്. അതിന്റെ 13ാമത്തെ പേജിലായിക്കൊണ്ടാണ് നമ്മൾ പരാമർശിക്കുന്ന ഒരു വിഷയം ഉള്ളത്. അതില് ചെറുശ്ശേരി ഉസ്താദിന്റെ ഫോട്ടോയ്ക്ക് താഴെ പിതാവിൽ നിന്ന് തന്നെയാണ് ഞാൻ എന്റെ മതപഠനവും ആരംഭിക്കുന്നത്. കുട്ടിക്കാലത്ത് വവ്വാലുകൾ വീട്ടിന് ചുറ്റും പറക്കുമ്പോൾ പിതാവ് പറയുമായിരുന്നു, അവയെ ആട്ടിക്കളയരുത്, അവ ബറക്കത്താണ്, ആരെയും പരദൂഷണം പറയാതെ സൂക്ഷിക്കുമായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അണ്ടർലൈൻ ഇട്ട ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അബൂ ത്വാലിബ് മുസ്ലിം ആയിട്ടാണ് മരണപ്പെട്ടതെന്ന വാദഗതിയിൽ ഷംസുൽ ഉലമയോട് എനിക്ക് യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സിൽ ഷംസുൽ ഉലമ ഉറക്ക ഫാത്തിഹ വിളിക്കും, ഇലാ ഹദ്റത്തെ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന്. ഇതെല്ലാം അവരുമായുള്ള സമ്പർക്കത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകളാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മധുരിക്കുന്ന ഒരു ഓർമ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഇവര് തന്നെ പുറത്തിറക്കിയ സൂറത്ത് നൂറിന്റെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സൂറത്ത് നൂറിന്റെ പരിഭാഷയും വ്യാഖ്യാനവും വിവർത്തകൻ പന്താവൂർ മൗലവി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനുള്ളില് നൽകിയിട്ടുള്ള ഈ അണ്ടർലൈൻ ഇട്ട ആ ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. ആരെയും സന്മാർഗത്തിൽ കൊണ്ടുവരുവാൻ അല്ലാഹുവിനല്ലാതെ നബിക്ക് സാധ്യമല്ല. നേർമാർഗം കാണിച്ചു കൊടുക്കാൻ മാത്രമേ നബിക്ക് സാധിക്കുകയുള്ളൂ. നബിയുടെ ഏറ്റവും സ്നേഹമുള്ള പിതൃവ്യനായിരുന്നു അബൂ ത്വാലിബ്. നബിയെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരുന്നതും അദ്ദേഹമാണ്. അങ്ങനെയുള്ള അബൂ ത്വാലിബിനെ നേർമാർഗത്തിൽ കൊണ്ടുവരുവാൻ അയാളുടെ മരണസമയത്ത് പോലും നബി ശ്രമിച്ചു നോക്കി, പക്ഷേ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് നൂറിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവരുടെ തന്നെ ഒരു ഉസ്താദാണ് ഈ വ്യാഖ്യാനവും അർത്ഥമൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ അബൂ താലിബിനാണ് ഇലാ ഹദ്റത്തി റൂഹി അബൂ താലിബ് റളിയല്ലാഹു അൻഹു എന്ന് തർലിയത്ത് ചൊല്ലിക്കൊണ്ട് ഷംസുൽ ഉലമ ഫാത്തിഹ വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോ ഈ ഒരു സാധനം എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നതെല്ലാം മുസാഫിന്റെ നടുക്കഷ്ണമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് അല്ല, ജനങ്ങളെ അല്ല, ഇവർ ഇതുപോലെയുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നറിയിക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു ഇൻഷാ അല്ലാഹ്. ഇനി ഇതിന് ബാക്കില് ചെറിയൊരു പ്രഭാഷണത്തിന്റെ ബാക്കി ചേർക്കുന്നുണ്ട്. നമുക്ക് പറയുവാനുള്ള വിഷയം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനാണ്. അത് സംബന്ധമായിക്കൊണ്ട് ചെറിയൊരു പ്രഭാഷണം ഇതിന് ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക. അള്ളാഹുവിന്റെ ദീന് യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും മുസ്ലിം ആയിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് മുത്തഖിയായിക്കൊണ്ട് മരിച്ചു പോകുവാനും അള്ളാഹുവിനെ കണ്ടെത്തുന്ന ആ ഒരു സമയത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അല്ലാതെ വിജയിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിലേക്ക് പ്രവേശിക്കുവാനും നാം ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക്. ബദരീങ്ങളോട് സ്നേഹമുണ്ടെങ്കിലോ അവരാരാണ് ബദരീങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാവല് തരണേ. പ്രിയമുള്ളവരെ, ഇന്ന് മുസ്ലിമീങ്ങള് അറിഞ്ഞും അറിയാതെയും വെറുതകളിലും പാട്ടുകളിലും അവരോട് കാവല് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ബദരീങ്ങളുടെ പാത എന്താണെന്ന് മനസ്സിലാക്കാം. ആ ബദരീങ്ങളുടെ പാത എന്താണെന്ന് മനസ്സിലാക്കാം.
അറിയുമോ നിങ്ങൾ, റമദാനിന്റെ ഹിജറ 2-ാം വർഷത്തിലോ റമദാനിന്റെ 17-ലോ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈത്തപ്പഴത്തിന്റെ മധുരം വായിൽ വെച്ച് നുകർന്ന് അടുത്ത സഹാബത്തിന്റെ കരങ്ങളിലൂടെ കൈമാറിയിട്ടോ പട്ടിണിക്കോലങ്ങളാ ബദറിലേക്ക് ഇറങ്ങുന്നത്. 1000-ഓളം വരുന്ന ആളുകളോട് നേരിടാനായി കടന്നു വരുമ്പോ ആയുധ സാമഗ്രികളില്ല, മുറിഞ്ഞ വാൾത്തലപ്പുകളാണ്. പക്ഷേ ബദറിലൂടെ പടർന്ന് പന്തരിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ല മതി, ഞങ്ങൾക്കല്ല മതി, അല്ല മതി എന്ന പ്രഖ്യാപനമാണെങ്കിലോ പ്രിയമുള്ളവരെ, ആ യുദ്ധത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇത് നിർഭയത്വത്തോടുകൂട് സകലമാന സ്വഹാബത്തിനെയും അല്ല ഉറക്കി കിടത്തുകയാണ് യുദ്ധത്തിന്റെ തലേ രാത്രിയിലോ. പ്രിയമുള്ളവരെ, 3 ഇരട്ടിയിലധികം വരുന്ന സുസജ്ജരായ ആളുകളോ 17 ഒട്ടകങ്ങള് ഒരു നേരം മറുത്ത് ഭക്ഷണം കഴിക്കുന്നത്ര മാത്രം വരുന്ന ആളുകളോട് നേരിടാൻ പട്ടിണിക്കോലങ്ങളാണ് പോകുന്നതെങ്കിലോ എങ്ങനെയാണ് സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയുന്നത്? പക്ഷെ അള്ളാന്റെ ഖുർആന് പറയാ, ഇത് നിർഭയത്വത്തോടുകൂട് സകലമാന സഹാബത്തിനെയും അല്ല ഉറക്കി കിടത്തുകയാണ്. പക്ഷേ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരമായ തേട്ടമാണ് റബ്ബിനോട്, നിരന്തരമായ തേട്ടമാണ് അള്ളാഹുവിനോട്. കക്ഷത്തിന്റെ വെള്ളകീറുമാർ ഇരുകരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരങ്ങിക്കലഞ്ഞ കണ്ണോടുകൂടി തേടിയില്ലേ, അല്ലാഹുവേ ഈ ചെറുസംഖ്യത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളായി പോകുമോ എന്ന പേടിയില്ല, മക്കളി യതീമുകളാകുമോ എന്ന പേടിയില്ല, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന പേടിയല്ല, മറിച്ചല്ല നിന്നെ മാത്രം ആരാധിക്കാൻ റബ്ബേ ആരും ബാക്കിയുണ്ടാവില്ലല്ലോ അല്ലാ. പ്രാർത്ഥിച്ച പ്രവാചകന്റെ ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീണ് പോകുമ്പോ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് റസൂലുള്ളാഹിനെ വാരിപ്പടന്നുകൊണ്ട് പറയാ, മതി റസൂല്, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാ പ്രിയമുള്ളവരെ ബദരീങ്ങളുടെ നൊമ്പരങ്ങളോ? ആ ബദരീങ്ങൾ ആരോട് തേടാനാ? 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയാ, ഇത് തസ്തഈസൂന റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനോട്, ഇത് തസ്തഈസൂന റബ്ബഹു, അവരുടെ രക്ഷിതാവായ അല്ലാഹുവിനോട് അവർ തേടിയതായ സന്ദർഭം ആ റബ്ബിനോട് നമുക്കും തേടാ. പ്രിയമുള്ളവരെ, ആ റബ്ബിനോട് തേടുമ്പോഴാണ് ബദരീങ്ങളോട് നമുക്ക് സ്നേഹമുള്ളത്.